കേരള പോലീസിന്റെ മികവ് എന്താണെന്ന് ലോകം കണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ പിടിയിലായ ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബസിക്കോവ് നിരവധി കേസുകളിൽ ഇന്റർപോൾ തിരയുന്ന പ്രതിയെന്ന് പോലീസ്. ലിത്വാനിയയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് കേരള പോലീസ് തന്ത്രപരമായി പ്രതിയെ പിടികൂടിയത്. സേനയ്ക്ക് ഇത് അഭിമാന നേട്ടമെന്നും പ്രതിയെ ഉടൻ CBI കോടതിയിൽ ഹാജരാക്കുമെന്നും DIG അജിത ബീഗം പറഞ്ഞു. കേരള പോലീസ് ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഏത് കൊമ്പനും വീഴും എന്നാണ് ഈ ലിത്വാനിയക്കാരൻ്റെ കഥ നമ്മളോട് പറയുന്നത്. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഏതായാലും അലക്സി ബെസെക്കോവിന് ഇനി നമ്മുടെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. കമലേഷ്, ഗുഡ് മോർണിംഗ്. കേരള പോലീസ് ഇങ്ങനെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് കൊമ്പനും വീഴും. അത് ഏത് തരത്തിലുള്ള തട്ടിപ്പാണെങ്കിലും, ക്രിപ്റ്റോ കറൻസി ആകട്ടെ, ഇനി എന്തുമാകട്ടെ. ഇപ്പോഴിതാ ലിത്വാനിയൻ പൗരനെ പൂട്ടിയിരിക്കുകയാണ് പോലീസ്. എങ്ങനെയാണ് ഇയാളിലേക്ക് പോലീസ് എത്തിയത്? കേരള പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ പ്രതിയെ പിടികൂടിയതിലൂടെ കൈവന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയാണ് ഈ പ്രതിയെ വർക്കലയിൽ വെച്ച് പോലീസ്, അതായത് റൂറൽ SP KS സുദർശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം DIG അജിത ബീഗം ഇത് സംബന്ധിച്ച് വിശദമായ വാർത്താസമ്മേളനം നടത്തി. അതായത് സേനയ്ക്ക്, അതായത് രാജ്യത്തിനാകെ അഭിമാനിക്കാവുന്ന നിലയിൽ വലിയ ഒരു നേട്ടമായി തന്നെ സേന ഇതിനെ കാണുകയാണ്. ഒരു ഇൻ്റർനാഷണൽ കുറ്റവാളി എന്ന് തന്നെ പറയാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരാളാണ് ഈ അലക്സേജ് ബെസിക്കോവ്. അമേരിക്കയിലാണ് ഇയാൾക്കെതിരെ കേസുള്ളത്. കഴിഞ്ഞ 2019 മുതൽ 2025 വരെ ഏതാണ്ട് 96 ബില്യൺ ഡോളറിൻ്റെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. വലിയ ഹ്യൂജ് എമൗണ്ട് ആണത്. ആ നിലയിൽ ഉള്ള ഒരു കേസുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ ഉള്ളത് എന്നാണ് കേരള പോലീസ് അടക്കം നേരത്തെ കരുതിയിരുന്നത്. അമേരിക്കയിലും അത്തരത്തിലുള്ള കേസുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറം മാനങ്ങളുള്ള നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം DIG അജിത ബീഗം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു കേസ് മാത്രമല്ല, വലിയ തരത്തിൽ, അതായത് ഈ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴി തീവ്രവാദ സംഘടനകൾക്കുള്ള സഹായം നൽകി, അതുപോലെ തന്നെ മയക്കുമരുന്ന് സംഘങ്ങൾക്ക്, സൈബർ ഹാക്കിംഗ് അടക്കമുള്ള ഗ്രൂപ്പുകൾക്ക് ഇയാൾ പണം നൽകിയതായും ഇവരൊക്കെയുമായും ഇടപാടുകൾ ഉള്ളതായുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം കേരളത്തിൽ ഇയാൾ 2019 മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് 5 വർഷം മുൻപ് തന്നെയും വർക്കലയിൽ വന്ന് ഒരു ഹോം സ്റ്റേ വാടകയ്ക്കെടുത്ത് താമസിക്കുന്നുണ്ട്. ഇടയ്ക്ക്, അതായത് ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ഏതാണ്ട് 5 ലക്ഷം രൂപ റൊക്കം നൽകിയാണ് ഈ ഹോം സ്റ്റേ ഇയാൾ എടുക്കുന്നത് വാടകയ്ക്ക്. വല്ലപ്പോഴുമാണ്, ഒരു വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുകയും പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അന്നൊന്നും ഇയാൾക്കെതിരെ ഇത്തരത്തിലൊരു വാറണ്ട് ഇല്ല എന്നുള്ളതാണ് സാഹചര്യം. എന്നാൽ ഇപ്പോൾ ഒരു വാറണ്ട് കേരള പോലീസിന് ലഭിക്കുകയാണ്. അത് ഇന്റർപോൾ CBI മുഖാന്തരം, CBI ത്രൂ കേരള പോലീസിലേക്ക് ഈ വാറണ്ട് എത്തിക്കുകയാണ്. ആ വാറണ്ട് ലഭിക്കുന്നത് ഈ മാസം 11-ാം തീയതിയാണ് വാറണ്ട് ലഭിക്കുന്നത്. ഇന്നിപ്പോൾ ഏതാണ്ട് 3-4 ദിവസം മാത്രമാണ് കഴിയുന്നത്. അതിനുള്ളിൽ തന്നെ കേരള പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനാർഹമായ ഒരു നേട്ടമായി തന്നെ സേന ഇതിനെ കാണുകയാണ്. ഏതായാലും ഒരു പോലീസ് കോൺസ്റ്റബിളാണ് ഇയാളെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് വർക്കലയിലെ ഒരു ഹോം സ്റ്റേയിൽ ഇയാൾ താമസിക്കുന്നുണ്ട് എന്ന വിവരം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അത് മേലധികാരികളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു കോൺസ്റ്റബിളാണ്. സുദർശൻ്റെ, അതായത് SP സുദർശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വാറണ്ട് ലഭിച്ച അന്ന് മുതൽ വളരെ ജാഗ്രതയോടുകൂടി ഇയാൾക്കായി വലവിരിച്ചിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരത്തുണ്ട് എന്നാണ് കൃത്യമായി വിവരം ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർക്കല കേന്ദ്രീകരിച്ച്, ഈ ടൂറിസ്റ്റ് മേഖലകളെല്ലാം കേന്ദ്രീകരിച്ച് വലിയ ഒരു അന്വേഷണം ഇയാൾക്ക് വേണ്ടി നടത്തി. അതിനൊടുവിലാണ് ഇയാൾ വർക്കലയിലെ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങോട്ട് ഈ സംഘം എത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, അന്ന് മിനിയാന്നാൾ, അതായത് വ്യാഴാഴ്ചയാണ് ഇയാളെ പിടികൂടുന്നത് വൈകിട്ടോടുകൂടി. ആ ദിവസം പോലീസ് അവിടെ എത്തുന്ന ദിവസം ഇയാൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് ലിത്വാനിയയിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു ശ്രമത്തിന് തൊട്ട് മുൻപാണ് പോലീസ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും സേനയ്ക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് ഒരു നേട്ടം തന്നെ ഈ പ്രതിയെ, അതായത് അമേരിക്കൻ കുറ്റവാളിയാണ് ഇയാൾ, ഇന്റർപോൾ മുഖാന്തരം, ഇന്റർപോളിൻ്റെ ആവശ്യമനുസരിച്ചാണ് CBI അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇന്റർപോളിന്റെ അടക്കം ഇടപെടലുകളും സാന്നിധ്യവും ഉള്ളതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടർ നടപടികൾ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അതിനെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? മനു, നിലവിൽ ഇപ്പോൾ ഇയാൾ നെയ്യാറ്റിൻകര സബ് ജയിലിലാണ് ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പട്ടിയാല കോടതിയിലേക്ക്, ദില്ലിയിലേക്ക് വിമാനമാർഗം ഇയാളെ എത്തിക്കും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കോടതിയുടെ ചില പേപ്പർ വർക്കുകൾ പൂർത്തിയാകേണ്ടതുണ്ട്. കോടതിയുടെ നിർദ്ദേശത്തിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കാത്തിരിക്കുന്നത്.